നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ കെ ശൈലജ സണ്ണി ജോസഫ് സൂപ്പർ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നുവെന്ന് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ പറയുന്നു. അതേസമയം കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നല്ല വിമർശനം ഉയരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ വിമർശനം വരുന്നത്. അജീഷ് ജയകുമാർ അപ്ഡേറ്റ് ചെയ്യും കണ്ണൂരിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അജീഷ്. പേരാവൂരിൽ കെ ശൈലജ ടീച്ചറെ മാറ്റിയതിൽ ഈ അണികൾക്ക് അമർഷമുണ്ടോ അതോ മറ്റു പാർട്ടിക്കാരാണോ ഈ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർത്തുന്നുണ്ട്? PK ശ്യാമളയെ എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വിമർശിക്കുന്നത്? ഗുഡ് മോർണിംഗ് SK. എന്തായാലും പേരാവൂരിൽ അതിശക്തമായിട്ടുള്ള ഒരു സൂപ്പർ പോരാട്ടത്തിന് തന്നെയാണ് കളമൊരുങ്ങുന്നത്. KK ശൈലജ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പേരാവൂരിൽ എത്തുന്നതോടെ KPCC പ്രസിഡന്റ് KK ശൈലജ പോരാട്ടമാണ് പേരാവൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. പേരാവൂരിൽ ഇത് 3-ാം തവണയാണ് ശൈലജ മത്സരത്തിന് രംഗത്തിറങ്ങുന്നത്. ആദ്യം 2006 പേരാവൂരിൽ KK ശൈലജ മത്സരിച്ച് അന്ന് വിജയിച്ചിരുന്നു. അതിനുശേഷം 2011 അതേ പേരാവൂരിൽ തന്നെ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിലും ഇതേ സണ്ണി ജോസഫിനോടാണ് KK ശൈലജ തോറ്റത്. പിന്നീട് സണ്ണി ജോസഫിനെ അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തുടർച്ചയായി 3 തവണ പേരാവൂരിൽ നിന്ന് ജനപ്രതിനിധിയായി. എന്നാൽ KK ശൈലജ പഴയ തട്ടകമായ കൂത്തുപറമ്പിലേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് മട്ടന്നൂരിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ശൈലജയ്ക്ക് ഇത് വലിയ പോരാട്ടം തന്നെയായിരിക്കും. കാരണം പേരാവൂരിൽ കഴിഞ്ഞ 3 തവണ വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു കരുത്തുള്ള ഒരു മണ്ഡലമാണ് പേരാവൂരിൽ. അവിടെ മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാകില്ല. എന്തായാലും വലിയ പോരാട്ടമായിരിക്കും ഈ പേരാവൂരിൽ നടക്കും. അതേസമയം മട്ടന്നൂരിൽ VK സനോജ് ആയിരിക്കും LDFന്റെ സ്ഥാനാർത്ഥിയാവുക, DYFI സംസ്ഥാന സെക്രട്ടറി. എന്നാൽ ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് പാർട്ടി അനുഭാവികൾക്കിടയിൽ വലിയ വിമർശനം ഉയരുന്നത്. തളിപ്പറമ്പിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയും CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അവർ പാർട്ടിയുമായി സജീവമായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു. 2000 മുതൽ 2005 വരെ തളിപ്പറമ്പ് നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നു. അതിനുശേഷം 2015-20 ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നു. അങ്ങനെ LDFുമായി CPM പ്രവർത്തകർ തന്നെയാണ് PK ശ്യാമളയെങ്കിലും ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ എന്ന നിലയിലാണ് ചിലരെങ്കിലും അവരെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള വിമർശനമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. പല പാർട്ടി കേഡറിൽ നിന്നും ഇത് മക്കത്തായവും മരുമക്കത്തായവും നിലനിൽക്കുന്ന പാർട്ടിയാണ് CPIM, അങ്ങനെയായി മാറി എന്നുള്ളൊരു വിമർശനമൊക്കെ വരുന്നു. ഇത് ഈ ഭർത്താവ് പോകുമ്പോൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ ഇത് കോൺഗ്രസ് പാർട്ടിയല്ല എന്നുള്ള വിമർശനമൊക്കെ ചില പാർട്ടി കേഡർ ഭാഗത്ത് നിറങ്ങുന്നുണ്ട്. മാത്രമല്ല ഈ സർക്കാർ ഈ ജനങ്ങളുടെ പൾസ് അറിയാൻ വീടുകൾ ഗൃഹസന്ദർശനം നടത്തി ചായയും പരിപ്പോടെയും കഴിച്ച് തിരിച്ചു വന്നു, അവരുടെ മനസ്സറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്തായാലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് തളിപ്പറമ്പ് മേഖലയിൽ പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.